SIT ആശുപത്രിയിൽ നമ്മൾ നേരത്തെ പ്രതിഷേധം കണ്ടിരുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധവും ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ SIT ആശുപത്രിയിൽ? സുജയ, നിലവിൽ ഈ പ്രതിഷേധത്തിന്റെ രൂപവും മട്ടും എല്ലാം മാറിയിരിക്കുകയാണ്. കാരണം തുടക്കത്തിൽ ബന്ധുക്കൾ മാത്രമായിരുന്നു ഈ പ്രതിഷേധവുമായി മുന്നോട്ട് എത്തിയിരുന്നത്. തുടർന്ന് നാട്ടുകാരും അതിന് പിന്നാലെ BJP നേതാവ് V മുരളീധരനും BJP ഈ സമരം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ ഒരു സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരും ഇപ്പോൾ ഈ സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നിലവിൽ രണ്ടാമതും V മുരളീധരൻ ഇപ്പോൾ സൂപ്രണ്ടുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ വീണ്ടും ഉന്നയിച്ചത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അതിൽ DMA ഈ വിവരം അറിയിച്ചു എന്നുള്ളതാണ് സൂപ്രണ്ട് ബിന്ദു ഇപ്പോൾ V മുരളീധരനെ മറുപടി നൽകിയത്. പക്ഷേ അതിൽ DMA നാളെ രാവിലെ ഇവരെ കണ്ട് മറുപടി നൽകാമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ നിലവിൽ BJP തയ്യാറായിട്ടില്ല. അതുവരെ, അതായത് നാളെ DMA തങ്ങളെ കാണുന്നത് വരെ ഈ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ BJP തീരുമാനിച്ചിരിക്കുന്നത്. BJPയും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ എന്തായാലും സൂപ്രണ്ടിനെ ഉപരോധിച്ചുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകാനാണ് സുജയ നീക്കം. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം. ആശുപത്രിയിൽ അനാസ്ഥയ്ക്കെതിരായ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നടപടി ഉണ്ടാകുമോ അതാണ് അറിയേണ്ടത്. ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ആ വാർത്തയ്ക്കൊപ്പം നമ്മൾ ഉണ്ടാകും.